ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വിഷ്ണു സാറിന്റെ ഫ്രണ്ട് കമലൻ മാഡത്തിനെ ഒന്ന് കാണണമെന്ന് പറയുന്നു. അത്യാവശ്യമാണെന്നാ പറയുന്നേ. എന്താ വേണ്ടത്? എന്നാ പിന്നെ അനു ആ പ്രിന്റ് ഔട്ട് എടുത്തോണ്ട് പോരാ. അത് വന്നാലേ ബാക്കി ജോലി നടക്കൂ. അതുവരെ കമലിനോട് വന്നോളാൻ പറയൂ. ആ ഓക്കെ മാഡം. എന്താ പറഞ്ഞേ? മാഡം ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്. ഏട്ടത്തിയമ്മേ, അല്ല മാഡം. കമലൻ വരൂ, ഇരിക്കെ. അയ്യോ വേണ്ട, ഞാൻ ഇവിടെ നിന്നോളാം. അങ്ങനെയാണെങ്കിൽ ഞാനും നിന്ന് കേട്ടോളാം. അയ്യോ വേണ്ട വേണ്ട. ആ എന്നാ ഇരിക്കെ. പറ, എന്തിനാ കാണണോന്ന് പറഞ്ഞേ? എന്റെ ആശന്റെ കാര്യം പറയാനാ ഞാനിപ്പോ വന്നത്. ആശൻ എന്തൊക്കെയോ ബുദ്ധിമുട്ടുകളുണ്ട്. ആശൻ വല്ലതും പറഞ്ഞായിരുന്നോ? എന്ത് ബുദ്ധിമുട്ട്? അതിപ്പോ എന്താണെന്നും എനിക്കറിയില്ല. പക്ഷെ കോടതിയിൽ നിന്ന് വന്നപ്പോ ആശന് വല്ലാത്ത പരിവേശവും വെള്ളദാഹമൊക്കെ ഉണ്ടായിരുന്നു. എന്തൊക്കെയോ ബുദ്ധിമുട്ടുകൾ ആശൻ കാണിച്ചു. എനിക്കെന്നെ അത് കണ്ടിട്ട് പേടിയായി. ഞാൻ ഹോസ്പിറ്റലിൽ പോണെന്ന് വരെ ചോദിച്ചു. പക്ഷെ ആശൻ സമ്മതിച്ചില്ല. എന്തോ ചൂടെടുക്കുന്നെന്ന് പറഞ്ഞ ഐസെടുത്ത് മുഖത്ത് വെക്കും നെറ്റി വെക്കൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, എടുത്ത ആശനെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കാണിക്കണം. ഒരു വിശദമായ ഒരു ചെക്കപ്പ് നടത്തണം. ഞാൻ പറഞ്ഞാന്ന് പറഞ്ഞേക്കല്ലേ, പിന്നെ എനിക്ക് കിടക്കപ്പൊറുതി ഉണ്ടാവില്ല. ഇത് ഫോണിൽ കൂടെ പറഞ്ഞാൽ ശരിയാവില്ലെന്ന് തോന്നി. അതാ ഞാൻ നേരിട്ട് വന്നത്. ഞാൻ എന്തെങ്കിലും പറഞ്ഞ് വിഷ്ണുവേട്ടനെ കൊണ്ടുപോയിക്കോളാം. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. ശരി ശരി അടുത്ത്. ആശാന്റെ പ്രശ്നങ്ങൾ എന്താന്ന് ഇതോടെ കണ്ടുപിടിച്ചാൽ മതിയായിരുന്നു. മാഡം, ഇതാ ഫയല്. അല്ല എന്തു പറ്റി മാഡം? മുൻപ് കണ്ട സന്തോഷമൊന്നും മുഖത്തിപ്പോ ഇല്ലല്ലോ. കമലൻ വന്നത് സങ്കടപ്പെടുത്തുന്ന വല്ല വിവരം പറയാനായിരുന്നോ? വിഷ്ണുവേട്ടൻ എന്തൊക്കെയോ ഒളിക്കുന്നുണ്ടാനോ? അത് പറയാനാ കമലൻ വന്നത്. മാഡം ഒളിക്കുന്നു എന്ന് പറയുമ്പോ എന്തൊക്കെയോ ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ട്. പക്ഷേ അതെന്താണെന്ന് പറയുന്നുമില്ല. ഹോസ്പിറ്റലിൽ പോവാന്ന് കമലൻ പറഞ്ഞിട്ടൊട്ട് കൂട്ടാക്കുന്നുമില്ല. എന്നോട് എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണമെന്ന് പറയാനാ കമല ഇപ്പൊ വന്നത്. എന്നാ പിന്നെ ഒട്ടും വൈകിക്കണ്ട മാഡം. എത്രയും പെട്ടെന്ന് നല്ലൊരു ഡോക്ടറെ കൊണ്ടുപോയി കാണിക്കണം. ശരിയാ.